കേരളത്തിലെ ജനതയ്ക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാകാത്ത ദാഹശമനിയാണ് ഇളനീര്. കേരവൃക്ഷം സമൃദ്ധിയായി നൽകുന്ന ഇളനീർ ദാഹശമനിയായി കൂടെ കൂട്ടാത്തവർ ആരുമില്ല. ഇത്തരത്തിൽ ദാഹശമനിയെ കേരവൃക്ഷത്തിൽ തളമിട്ട് കയറി കൊടും ചൂടിനെ പോലും വകവെക്കാതെ അത് വെട്ടിയിറക്കി കേരളക്കരയുടെ ദാഹമകറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്കിടയിലുണ്ട്. സുന്ദരനും സുമുഖനും കേരള ജനതയുടെ സിരകളിൽ ഓടുന്ന ദാഹജലത്തിന്റെയും ഊർജം, അതാണ് സജീവൻ എന്ന ചെറുപ്പക്കാരൻ. തന്റെ പിതാവിൽ നിന്നും തെങ്ങുകയറ്റം കുലത്തൊഴിലായി സ്വീകരിച്ച് 90കളിൽ കേരളക്കരയുടെ അഭിമാനമായിരുന്ന സജീവൻ നാടൻ കരിക്കിൽ തുടങ്ങി കള്ളിൽ വരെ എത്തി നിൽക്കുന്ന തെങ്ങ് ചെത്ത് വ്യവസായത്തിന്റെ അമരക്കാരൻ. സ്കൂൾ വിദ്യാഭ്യാസം 10ാം തരത്തിലെത്തി നിൽക്കവേ ദാരിദ്ര്യം കുടുംബത്തെ വേട്ടയാടിയപ്പോൾ പ്രാണനെ പോലെ സ്നേഹിച്ച പുസ്തകങ്ങളെയും സ്കൂളിനെയും തന്റെ എല്ലാമായ കൂട്ടുകാരെയും ഉപേക്ഷിച്ച് തെങ്ങ് കയറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവൻ. ഒരിക്കൽ സജീവൻ കേരളത്തിന്റെ എല്ലാമായിരുന്നു. വിവിധ ജില്ലകളിൽ സജീവന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. വടക്കൻ മലബാറുകളിലും തെക്കൻ തിരുവിതാംകൂറിലും സജീവന്റെ നാമം പുകൾപെറ്റിരുന്നു. അത്രയേറെ ഖ്യാതി ചുരുങ്ങിയ നാളുകൾക്കിടയിൽ സജീവൻ നേടിയെടുത്തിരുന്നു. 7 അഴകിന്റെ നിറവും ആകാശക്കറുപ്പും നന്നേ ചുവന്ന തുടുപ്പുള്ള അതരവുമായി നാടിന്റെ സ്പന്ദനമായി നിലനിന്ന ഒറ്റയാൻ അതായിരുന്നു സജീവൻ. കരിങ്കല്ലിന്റെ ശക്തിയുള്ള ആകാരവടവ്, എത്ര പൊക്കമുള്ള കേരവൃക്ഷത്തെയും നിമിഷനേരം കൊണ്ട് കീഴടക്കാനുള്ള ശക്തി, അതായിരുന്നു സജീവന്റെ മികവ്. അനേകായിരം നാളികേരങ്ങളെ നിമിഷനേരം കൊണ്ട് ചെത്തി മണ്ണിലേക്കിട്ട് ദ്രുതഗതിയിൽ കൽപ്പവൃക്ഷത്തിൽ നിന്നും താഴെയെത്തി അത് ചെത്തി മിനുക്കി ദാഹശമനി കാരണവന്മാർക്കും കുഞ്ഞുങ്ങൾക്കും നൽകുമ്പോൾ സജീവന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അതാണ് സംതൃപ്തി എന്ന 4 അക്ഷരം. സജീവൻ ക്രാന്തദർശിയാണ്. നാളികേരം പാകമാകുമ്പോൾ സജീവന്റെ കണ്ണുകൾ അതിൽ പതി. പിന്നെ കേരളത്തിലെ ഗൃഹനാഥന്മാർക്ക് ആശ്രയമായി നാളികേരം നിലത്തെത്തിക്കാൻ സജീവനെത്തും. ആ നാളികേരങ്ങളായിരുന്നു ഗൃഹനാഥന്മാർക്കും ഭൂവുടമകൾക്കും ഏക ആശ്രയം. നാളികേരം വിപണിയിലെത്തിക്കാൻ സഹായത്തിനായി അശ്രാന്തം പണിയെടുത്ത ചെറുപ്പക്കാരൻ. നാളികേര വില ഇടിവിനെതിരെ സമരമുറകളുമായി സെക്രട്ടേറിയറ്റ് പടിക്കലും ഇടതു വലത് സർക്കാരുകൾക്കെതിരെ പടപൊരുതിയ ഒരു തികഞ്ഞ യോദ്ധാവ്, അതായിരുന്നു സജീവൻ എന്നും. കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച നാളികേര വില ഇടിവ് പ്രക്ഷോഭത്തിലും സജീവൻ പങ്കാളിയായിരുന്നു. നാളികേര കർഷകരുടെ വളർത്തുപുത്രനായ സജീവനെ ഓർക്കാത്ത നാളുകൾ അവർക്ക് അന്നുണ്ടായിരുന്നില്ല. തെങ്ങിൽ പദം വെട്ടി അരയിൽ തിരുകിയ കത്താളുമായി നാളികേര ദേവതയെ പ്രീതിപ്പെടുത്തി സജീവൻ കേരവൃക്ഷത്തെ കീഴടക്കുന്നത് എന്നും പ്രത്യേകിച്ച് 90കളിൽ ഒരു നിത്യ കാഴ്ചയാണ്. അതെ, തെങ്ങേറ്റ കർഷകരുടെ ഉടലും മനസ്സുമായ സജീവൻ ഇന്നും കേരള മനസ്സുകളിൽ ഒരു നറുപുഞ്ചിരിയുമായി നിറഞ്ഞു നിൽക്കുകയാണ്.